അസ്സലാമു അലൈക്കും. ഞാൻ പറയാൻ പോകുന്ന കാര്യം നല്ല ശ്രദ്ധിച്ച് കേട്ടോളി. ഇത് എന്തായാലും ഇത് ഉപകാരത്തിൽ പോയിട്ടോ. കാരണം നമ്മൾ ഈ മയ്യത്ത് കബറിലേക്ക് ഇവിടെ ഒരു കബറുണ്ട്. ഇന്നിപ്പോൾ ഒരാൾ മരണപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ കബറിലേക്ക് മയ്യത്ത് ഇറക്കി വെച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മൾ സ്ലാബൊക്കെ വെക്കും. ചില സ്ഥലത്ത് കല്ലാവും, ചില സ്ഥലത്ത് നമ്മളവിടെ സ്ലാബാണ്. ആ സ്ലാബൊക്കെ വെച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക അറിയുമെങ്കിൽ ഒരു 3 പിടി മണ്ണ് വാരിടാണ്ട് ആ മയ്യത്തിൻ്റെ കബറിൻ്റെ മുകളിലേക്ക് സ്ലാബൊക്കെ വെച്ചതിന് ശേഷം 3 പിടി മണ്ണ് വാരിടുന്ന സമയത്ത് നമ്മൾ ചെല്ലേണ്ട ഒരു കാര്യമുണ്ട്. 3 പിടി മണ്ണ് വാരിടുന്ന സമയത്ത് ചെല്ലേണ്ടത് അത് എന്താണെന്നുള്ളത് ചില ആളുകൾക്ക് അറിയില്ല. അധികം ആളുകളും എങ്ങനെ 3 പിടി മണ്ണ് വാരിടേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം. അധികം നമ്മൾ കാണുന്നോണ്ട് പറയട്ടോ. അധികം ആൾക്കാർ എങ്ങനെ വാരിടുക വെച്ചാൽ 3 പിടി മണ്ണെടുക്കും. ഒരു പിടി മണ്ണെടുത്തിട്ട് അല്ലാഹുമ്മ സബ്ബിത്തുഹു ഇൻദ സുഹാൽ, അല്ലാഹുമ്മ അൽഹിൽമുൽ ജവാബ്, അല്ലാഹുമ്മ ജാഫിൽ ഖബർ അൻജംബൈഹ എന്ന് പറഞ്ഞിട്ടാണ് അധിക സ്ഥലത്തും അധികം ആളുകൾ നമ്മൾ കാണുന്നോണ്ട് പറയാണ് 3 പിടി മണ്ണ് വാരിടൽ. അപ്പോൾ ഈ 3 പിടി മണ്ണ് വാരിടുന്ന സമയത്ത് അതെല്ലാം ചെല്ലൽ അത് നിങ്ങൾ നല്ലോണം പഠിക്കുക. നാളെ പിന്നെ വേറെ ആൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളത് പഠിച്ച് വെച്ചതിന് ശേഷമാണ് ആ എന്താണ് പറയുന്നത് അതാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്. 3 പിടി മണ്ണ് വാരിടുന്ന സമയത്ത് ചെല്ലേണ്ടത്. അത് ചെല്ലുമ്പോഴേ അതിൻ്റെ സുന്നത്ത് കിട്ടുള്ളൂ. അതെന്താണെന്നുള്ളത് നിങ്ങൾ നല്ല മനസ്സിലാക്കിക്കോളി. നാളെ എനിക്കും എൻ്റെ അവസ്ഥ ഇതന്നെയാണ്. ഈ പറഞ്ഞ ഇപ്പോൾ ഈ മരണപ്പെട്ടു പോയ അതേ ആൾ ഇന്നലെ മുതൽ ജീവിച്ചിട്ടുള്ള ആളാണ്. ഇന്നിപ്പോൾ അത് മരണപ്പെട്ടു പോയി, കുറച്ച് നേരം മരണപ്പെട്ടിട്ടുള്ളൂ. അപ്പോൾ അയാളുടെ അവസ്ഥ നാളെ എനിക്കും വരും, ഈ പറഞ്ഞ എല്ലാവർക്കും വരാനുള്ളതാണെന്ന് നിങ്ങളൊന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഈ 3 പിടി മണ്ണ് വാരിടുന്ന സമയത്ത് ചെല്ലേണ്ടത് എന്താണെന്ന് വെച്ചാൽ 2 കൈകളെ കൊണ്ട് എന്ത് ചെയ്യണം, മണ്ണ് ആ ഇതിലേക്ക് വാരിടണം. അല്ലാതെ ചില ആൾക്കാർ കാണും ഒരു കൈ കൊണ്ട് ഇങ്ങനെ വാരിടണം. അല്ല, 2 കൈകളെ കൊണ്ട് എന്ത് ചെയ്യണം, വാരിടാനാണ് പറഞ്ഞത്. അതായത് 2 കൈകൾ കൊണ്ട് വാരിടുന്ന സമയത്ത് മിൻഹ ഖലഖ്നാകും വഫീഹ നോയിദുക്കും വമിൻഹ നുഖ്രിജുക്കും ദാറത്തൻ നുഹ്റ എന്ന് പറഞ്ഞിട്ടാണ് 3 പിടി മണ്ണ് വാരിടേണ്ടത്. അപ്പോൾ നിങ്ങൾ നല്ലോണം മനസ്സിലാക്കുക, പഠിച്ച് വെക്കുക. കാരണം വെച്ചാൽ മരണം ഞാൻ പറഞ്ഞ് പേടിപ്പിക്കില്ല. ചില ആൾക്കാർ പറയും നിങ്ങൾ എന്തിനാ അതൊക്കെ പറയുന്നത്, കാരണം നമ്മൾ കാണുന്നോണ്ട് പറയാണ്. അപ്പോൾ നിങ്ങളെന്ത് ചെയ്യുക, അത് പഠിച്ച് വെക്കുക. നിങ്ങളെ നാളെ ഈ പറഞ്ഞ എൻ്റെ വീട്ടിലും എല്ലാവരുടെ വീട്ടിലും മരണം എത്തും. അപ്പോൾ നിങ്ങളെന്ത് ചെയ്യുക, ഇതെല്ലാ ഗ്രൂപ്പിലേക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം നമ്മളിപ്പോഴത്തെ കാലഘട്ടത്തിൽ നമുക്ക് ഇങ്ങനെയൊക്കെ തന്നെ ഓരോ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനും കാണിച്ചു തരാനും പറയാനൊക്കെ നമ്മളെ കൊണ്ട് കഴിയുള്ളൂ. അപ്പോൾ നിങ്ങളെന്ത് ചെയ്യുക, എല്ലാവർക്കും നിങ്ങളെ ഫാമിലി ഗ്രൂപ്പിലേക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. എന്തെങ്കിലുമൊക്കെ തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടാവും, വാക്കിലൊക്കെ ഉണ്ടാവും, അത് നിങ്ങൾ പൊരുത്തപ്പെട്ട് തരിക. കാരണം അതുപോലെ തന്നെ ഞാൻ കാണുന്നോണ്ട് പറയട്ടോ, അതുപോലെ തന്നെ നമ്മൾ തസ്ബീത്ത് ചൊല്ലും. അല്ലാഹുമ്മ സബ്ബിത്തുഹു ഇൻദ സുഹാൽ, അല്ലാഹുമ്മ അൽഹിൽമുൽ ജവാബ് എന്നുള്ള തസ്ബീത്ത് ചെല്ലണതിൻ്റെ ടൈം നമ്മളോട് പറഞ്ഞത്ര അറിയിക്ക് നിങ്ങൾ കേട്ടോളൂ. നമ്മളിവിടെ മയ്യത്ത് മറ ചെയ്ത് കഴിഞ്ഞ് സ്ലാബ് ഇട്ട് മൂടി 3 പിടി മണ്ണ് വാരിട്ട് കുറച്ച് നേരം തസ്ബീത്ത് ഇങ്ങനെ ചൊല്ലും. അത് ചില ആളുകളെ മയ്യത്തിനൊക്കെ കാണാൻ ഭയങ്കര സൗണ്ട് ഉണ്ടാവും. അപ്പോൾ ഈ നിശ്ചയില്ലാത്ത ആളുകളൊക്കെ എന്ത് ചെയ്യും, ആ സൗണ്ട് കേട്ടിട്ട് നിശ്ചയില്ലാത്ത ആൾക്കാർ പോലും അത് കേട്ട് പഠിച്ചിട്ട് ഇങ്ങനെ ചെല്ലും. അല്ലാഹുമ്മ സബ്ബിത്തുഹു ഇൻദ സുഹാൽ നമ്മൾ കബറുമ്പുറത്ത് ഉറക്കെ ചെല്ലണതാണ്. നമ്മൾ എന്താ പറയുക, അപ്പോൾ നിശ്ചയില്ലാത്ത ആളുകൾ പോലും ഓട്ടോമാറ്റിക്കലായിട്ട് അത് ചൊല്ലിപ്പോകും. ചില കബറുമ്പുറത്തൊക്കെ ചിലപ്പോൾ മയ്യത്തൊക്കെ കബറുമ്പുറത്ത് കൊണ്ടുവന്ന് ചെന്ന് കഴിഞ്ഞാൽ ഈ സ്വകാര്യം പറയണമാതിരി കുറച്ച് അവിടെ നിന്നിട്ട് സ്വകാര്യം പറയണമാതിരി ഇങ്ങനെ ചൊല്ലും. അല്ലാഹുമ്മ സബ്ബിത്തുഹു ഇൻദ സുഹാൽ ചെറിയ സൗണ്ടിൽ. അപ്പോൾ ഞാൻ ചിലപ്പോൾ ചില ആൾക്കാരോട് പറയും നിങ്ങളെന്താ ഉറക്കെ ചെല്ലി, നിങ്ങളെന്താ മെല്ലെ ചൊല്ലണം, ഉറക്കെ ചെല്ലി എന്ന് പറയും. അപ്പോൾ അതിൻ്റെ സമയം, ചെല്ലേണ്ട സമയം എങ്ങനെയെന്ന് പറഞ്ഞു വെച്ചാൽ ഒരു ഒട്ടകത്തിന് അറുത്ത് തൊലിച്ച് വിതരണം ചെയ്യുന്നത് വരെയാണ് അതിൻ്റെ സമയം. അപ്പോൾ നിങ്ങളതിൻ്റെ സമയം ഒന്ന് കണക്കൂട്ടിക്കളി. ആ തസ്ബീത്ത് ചെല്ലണതിൻ്റെ സമയം അത്ര വരെ നമ്മൾ ചെല്ലണം എന്നാണ്. നമ്മളിവിടെ എന്താ മയ്യത്ത് കബറിലേക്ക് ഇറക്കി വെച്ച് സ്ലാബ് വെച്ച് മണ്ണിട്ട് മൂടി കഴിഞ്ഞാൽ അപ്പം എന്ത് ചെയ്യും, പിന്നെ അടുത്ത പണി എന്താ വെച്ചാൽ ചെല്ലും. നമുക്ക് ടൈമില്ല ആർക്കും. ഈ പറഞ്ഞാൽ നമുക്കും ടൈമില്ല, നിൽക്കുന്ന ആൾക്കാർക്ക് ടൈമില്ല, ആർക്കും സമയമില്ല. ഓവർ നേരം നമ്മളിങ്ങനെ തസ്ബീത്ത് ഇങ്ങനെ ചെല്ലുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ കണ്ണുക്ക് ഇങ്ങനെ നോക്കും ഓരോരുത്തർ. നമ്മൾ ആ കാണുന്ന അനുഭവം കൊണ്ട് പറയാട്ടോ, അല്ലാതെ ഞാൻ എൻ്റെ സ്വന്തമായിട്ടുള്ള അഭിപ്രായം പറയില്ല. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, അത്രയും നേരം തസ്ബീത്ത് ചെല്ലണം എന്നാണ്. അതുപോലെ തന്നെ ഒരു പെണ്ണാണെന്നുണ്ടെങ്കിൽ മയ്യത്ത് കബറിലേക്ക് ഇറക്കി വെച്ച് നമ്മൾ തസ്ബീത്ത് ചെല്ലുന്ന സമയത്ത് പെണ്ണാണെന്നുണ്ടെങ്കിൽ അല്ലാഹുമ്മ സബ്ബിത്ത് ഹാ ഇൻദ സുഹാൽ, അല്ലാഹുമ്മ അൽഹിൽമുൽ ജവാബ്, അല്ലാഹുമ്മ ജാഫിൽ ഖബർ അൻജംബൈ ഹാ എന്നാണ് പറയേണ്ടത്. ആണാണെന്നുണ്ടെങ്കിൽ അല്ലാഹുമ്മ സബ്ബിത്തുഹു ഇൻദ സുഹാൽ, അല്ലാഹുമ്മ അൽഹിൽമുൽ ജവാബ് എന്നാണ് പറയേണ്ടത്. നിങ്ങൾ പഠിച്ചു വെച്ചോളി, അറിയാത്ത ആൾക്കാരുണ്ടെങ്കിൽ. കാരണം എന്താ വെച്ചാൽ അധികവും നമ്മൾ കാണുന്നോണ്ട് പറയാം. ചിലപ്പോൾ ഞാനിങ്ങനെ പറയും, ഈ പെണ്ണ് മരണപ്പെട്ട് കഴിഞ്ഞാൽ ചില ആൾക്കാർ ഇങ്ങനെ കാണാം അല്ലാഹുമ്മ സബ്ബിത്തുഹു ഇൻദ സുഹാൽ, അല്ലാഹുമ്മ അൽഹിൽമുൽ ജവാബ് എന്ന് പറയുമ്പോൾ ഞാൻ പറയും നിങ്ങളിത് പെണ്ണാണ് മരണപ്പെട്ടത്, അല്ലാഹുമ്മ സബ്ബിത്ത് ഹാ ഇൻദ സുഹാലിൽ നിന്ന് ഞാൻ ആ സ്പോട്ടിൽ പറഞ്ഞു കൊടുക്കലുണ്ട്. നമുക്ക് പറയാം, കാരണം നമുക്ക് നിശ്ചയുള്ള കാര്യങ്ങളാണ്. നിശ്ചയുള്ള കാര്യങ്ങൾക്ക് എവിടെയും പറയാം. അതിന് പിന്നെ മറ്റുള്ള ഇതൊന്നും നോക്കൊന്നും വേണ്ട. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക,
ഇതൊന്ന് മനസ്സിലാക്കി വെക്കുക, എല്ലാ ഗ്രൂപ്പിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോഴത്തെ കാലഘട്ടത്തിൽ ഇതൊക്കെ തന്നെ നമുക്ക് മറ്റുള്ള ആളിലേക്ക് എത്തിച്ചു കൊടുക്കാൻ കഴിയുള്ളൂ. അപ്പോൾ നിങ്ങളൊന്നുകൂടി മനസ്സിലാക്കിക്കോളി. 3 പിടി മണ്ണ് വായിടുന്ന സമയത്ത് പഠിച്ചു വെച്ചോളി. മിൻഹ ഖലഖനാക്കും വഫീഹ നോയിദുക്കും വ മിൻഹ നുഖ്രിജുക്കും ദാറത്തൻ നുഖറ എന്നാണ് പറയേണ്ടത്. അതിൻ്റെ അർത്ഥം ഞാൻ ഒന്ന് പറഞ്ഞുതരാം. മിൻഹ ഖലഖനാക്കും, നിന്നെ ഞാൻ മണ്ണിൽ നിന്നും സൃഷ്ടിച്ചു. നമ്മളോട് പഠിച്ചോ, നമ്മളോട് പറയാം. നമ്മൾ വലിയ അഹങ്കാരവും ധിക്കാരവും വലിയ കൊമ്പനായിട്ട് നടക്കുന്ന ആൾക്കാരോട് നമ്മളോട് പഠിച്ചോ, നമ്മളോട് പറയാം, അന്ന് ഞാൻ മണ്ണിൽ നിന്ന് സൃഷ്ടിച്ചു. വഫീഹ നോയിദുക്കും, അന്ന് ഞാൻ മണ്ണിലേക്ക് തന്നെ മടക്കുകയാണ് അതിൻ്റെ അർത്ഥം. വമിൻഹ നുഖ്രിജുക്കും ദാറത്തൻ നുഖറ, മറ്റൊരു നാൾ അന്ന് ഞാൻ മണ്ണിൽ നിന്നും പുറപ്പെടുവിക്കും. നിങ്ങൾ ആലോചിച്ച് നോക്കി, നിങ്ങൾ നമ്മളങ്ങനെ ഇങ്ങനെ കഴിച്ചിലാവുന്നില്ല. നമ്മൾ ഇവിടുന്ന് ദുനിയാവുന്ന ഓരോ കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ. അപ്പോൾ അതുവരെ നമുക്ക് മനസ്സിൽ അർത്ഥം ഉൾക്കൊണ്ടിട്ട് നമ്മൾ എന്താക്കാൻ പാടുള്ളൂ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെല്ലാൻ പാടുള്ളൂ. ആ കാര്യങ്ങൾ ചൊല്ലി പറഞ്ഞാൽ അതിൻ്റെ സുന്നത്തുകൾ കിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക, എല്ലാ ഫാമിലി ഗ്രൂപ്പിലേക്ക് എത്തിച്ചു കൊടുക്കുക. തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടാവും, നിങ്ങൾ പൊരുത്തപ്പെട്ട് തരിക. അസ്സലാമു അലൈക്കും.